വർഷം 2007 മാർച്ച് 10 എന്ന ദിവസം ഒരു ഫുട്ബോൾ ആരാധകനും മറക്കാൻ സാധിക്കില്ല. അതേ ക്യാമ്പ് നൗവിൻ്റെ പച്ചപ്പുല്ല് വിരിച്ച മൈതാനമുറ്റത്ത് റയൽ മാഡ്രിഡ് വേഴ്സസ് ബാർസലോണ എൽ ക്ലാസിക്കോ മത്സരം. ആൽബർട്ടോ മെലിംഗോ റഫറി നേതൃത്വം നൽകുന്ന വാശിയേറിയ ബദ്ധവൈരികളുടെ മത്സരം. അതേ ആര് വിജയിച്ചു കഴിഞ്ഞാലും ലാലിഗയുടെ പോയിന്റ് ടേബിളിൽ ടോപ്പ് സ്കോർമാരായി ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിക്കാം. വാൻ നിസ്റ്റൽറോയിയും ഹിഗ്വൈനും നയിക്കുന്ന ശക്തരായ മുൻനിരയുമായി റയൽ മാഡ്രിഡ് കളത്തിൽ. എന്നാൽ സാമുവൽ ഈറ്റോയും സാക്ഷാൽ റൊണാൾഡിഞ്ഞോയും അടുക്കി ഭരിക്കുന്ന ബാഴ്സയുടെ മുൻനിരയിൽ ഒരു മുടി നീട്ടി വളർത്തിയ 19 വയസ്സുകാരൻ. ക്യാമ്പ് നൗവിൽ കൂടി ആരാധകരും കാണികളും അവനിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ചരിത്രം കുറിക്കാൻ പോകുന്ന ആ പടയോട്ടക്കാരനിലേക്ക് ആരാധകർ നിറക്കണ്ണുകളോടെ നോക്കുന്നു. അയാളുടെ പേരാണ് സാക്ഷാൽ ലയണൽ ആൻഡ്രസ് മെസ്സി. മെസ്സിയിൽ നിന്നും ലോക ഫുട്ബോളിലെ മിഷിഹയിലേക്ക് എത്താനുള്ള അയാളുടെ ആദ്യത്തെ ചുവടുവെപ്പ്. അതേ ദ ഗെയിം ഈസ് സ്റ്റാർട്ട്. കളി തുടങ്ങിയ 5-ാം മിനിറ്റിൽ തന്നെ ഹിഗ്വൈൻ നൽകിയ ഇടത് വിങ്ങിലൂടെയുള്ള ബോള് FC ബാർസലോണയുടെ ഡിഫൻഡറുടെ കാലിൽ തട്ടി വാൻ നിസ്റ്റൽറോയിലേക്ക്. വലത് കാല് കൊണ്ട് ഒരു അത്യുഗ്രം ഗോളിലൂടെ റയൽ മാഡ്രിഡിന് സ്കോർ ബോർഡ് ഉയർത്തി കൊടുക്കുന്നു. അതേ 1-0 എന്ന നിലയിൽ സ്കോർ ബോർഡ് തിളങ്ങി നിൽക്കുന്ന കാഴ്ച. കളിയുടെ ആവേശം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സ്കോർ ഉയർത്താൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന റയൽ മാഡ്രിഡ് അറ്റാക്കിങ്ങിൽ അറ്റാക്ക് കൂട്ടിക്കൊണ്ട് ൊപ്പം പിടിക്കാൻ വേണ്ടി ബാഴ്സലോണയും. ഇത് തുടർന്നു ആവേശത്തിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്നു. സാമുവൽ ഈറ്റോയും റൊണാൾഡിഞ്ഞോയും ലയണൽ മെസ്സിയും ഡെക്കോയും കൂടെ കടന്നാക്രമിക്കുന്ന കാഴ്ച. വലത് വിങ്ങിലൂടെ എതിരാളികളെ കബളിപ്പിച്ചുകൊണ്ട് സാമുവൽ ഈറ്റോയുടെ ഒരു മുന്നേറ്റം. അവസാനം ഡെക്കോയിലേക്ക് എത്തിച്ചേർന്ന ആ പന്ത് അവിടെ നിന്നും ഒരു കൂട്ടപ്പൊരിച്ചിലിനടുക്കിൽ ഈറ്റോ തന്നെ കയ്യിലാക്കുന്നു. പിന്നീട് അയാൾക്കൊന്നും നോക്കാനില്ലായിരുന്നു. അതേ ഇടത് വിങ്ങിൽ പന്തിനായി കാത്തിരിക്കുന്ന ലയണൽ ആൻഡ്രസ് മെസ്സിയിലേക്ക് ആ പന്ത് നൽകുന്നു. അയലിന്റെ ഗോൾ കീപ്പറായ കസിയസിനെ സുന്ദരമായ രീതിയിൽ മറികടന്ന് ഒരു ഉഗ്രം ഫിനിഷിംഗ് ആ ഇടതുകാലിൽ നിന്നും ഉറവിട്ട് കഴിഞ്ഞു. അതേ ക്യാമ്പ് നൗവിൽ ഒരു രാജാവ് വരവറിയിച്ചു. മെസ്സിയിൽ നിന്നും മിഷിഹയിലേക്കുള്ള ആദ്യപാദം അയാൾ തുറന്നു കഴിഞ്ഞു. സ്കോർ ബോർഡിൽ 1-1. മെസ്സി വരവറിയിച്ച ആ ഗോളിന് വെറും 1 മിനിറ്റ് മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. 13-ാം മിനിറ്റിൽ ഗുറ്റിയെ ബാഴ്സയുടെ ബോക്സിൽ വീഴ്ത്തിയതിനെ തുടർന്ന് പെനാൾട്ടി വിളിക്കുന്നു. അതേ സുന്ദരമായ ഒരു പെനാൾട്ടി കിക്കിലൂടെ വാൻ നിസ്റ്റൽറോയി തൻ്റെ 2ാം ഗോളും സ്കോർ ചെയ്തു. റയൽ ഒരു ഗോളിന് മുന്നിട്ടതോടുകൂടി ക്യാമ്പ് നൗ നിശബ്ദമാകാൻ തുടങ്ങി. ആരാധകരുടെ നോട്ടം അവരുടെ രക്ഷകൻ ഡിഞ്ഞോയിലേക്ക്. എന്നാൽ ഡിഞ്ഞോ എന്ന മാന്ത്രിക മജീഷ്യൻ തൻ്റെ സർവ്വശ്രമങ്ങളും ആ 19-ാം നമ്പറിലേക്ക് നീട്ടിക്കൊടുത്തു. 28-ാം മിനിറ്റിൽ ആ മാന്ത്രിക കാലുകൾ തന്നെ മെസ്സിയുടെ 2ാം ഗോളിനും സാക്ഷ്യം വഹിച്ചു. ഈ ഒരു ഗോളിന് ദ കിങ് ഈസ് ആൾ ടൈം ബെസ്റ്റ്. ഇന്നയുടെ ആ ഗോൾ ശ്രമം കസിയസിന് തടുക്കാനായെങ്കിലും മെസ്സിയുടെ ഈ പ്രഹരശേഷി നോക്കി നിൽക്കാൻ വരെ കസിയസിന് സാധിച്ചില്ല. അത്രക്കും സുന്ദരമായ ഒരു ഫിനിഷിംഗ് ആയിരുന്നു ലയണൽ മെസ്സിയുടെ ഇടംകാലിൽ നിന്നും വന്നത്. ഒരുപക്ഷെ ഡിഞ്ഞോ എന്ന മാന്ത്രിക മനുഷ്യൻ മനസ്സിൽ കണ്ട ഫുട്ബോൾ ലോകത്തിൻ്റെ രാജാവ് അത് ഈ 19 വയസ്സുകാരനിൽ പൂർണ്ണമായിരുന്നു. പിന്നീട് കാണാൻ സാധിച്ചത് ഡിഞ്ഞോ ഒരു ഡെലിവറി ബോയിയെ പോലെ മെസ്സിയിലേക്ക് പന്തെത്തിക്കുന്നതായിരുന്നു. അതെ പൂർണ്ണമായും ഈ 19 വയസ്സുകാരൻ വരും തലമുറയുടെ ഫുട്ബോൾ രാജകീയ പട്ടം തോളിലേറ്റുമെന്നത് അയാൾക്കറിയാമായിരുന്നു. സ്കോർ ബോർഡിൽ 2-2. മത്സരം ഹാഫ് ടൈമിലേക്ക്. സെക്കൻഡ് ഹാഫിൽ ഇരു ടീമുകളും എതിർ ബോക്സിൽ ഇരച്ചു കയറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ 78-ാം മിനിറ്റിൽ റയലിനൊരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. അതെടുക്കാൻ വന്ന ഗുറ്റിക്ക് 1 ഇഞ്ച് പോലും തെറ്റുന്നില്ല റാമോസിൻ്റെ തലയിലേക്ക്. മാജിക്കൽ ഹെഡ് സെർജിയോ റാമോസ്. അതേ റയൽ അവരുടെ 3ാമത്തെ ഗോളും സ്കോർ ചെയ്തു കഴിഞ്ഞു. വീണ്ടും വീണ്ടും കമൻട്രേറ്റർ ഇങ്ങനെ പറയണേ ബാർസലോണ ഈസ് ട്രാപ്പ്ഡ്. ഒരുപക്ഷെ അങ്ങനെ തന്നെ പറയാം. 78-ാം മിനിറ്റിലെ ഈ ഗോൾ പിറന്നതോടുകൂടി ക്യാമ്പ് നൗവിൻ്റെ മൈതാനങ്ങൾ അചഞ്ചലമായി. നിരാശയോടെ കണ്ണീർ പൊയ്യാൻ കാത്തിരിക്കുന്ന ആരാധകരുടെ മുമ്പിൽ ഒരിക്കലും തളർത്താത്ത ഒരു പേരുണ്ടായിരുന്നു. അതാണ് സാക്ഷാൽ റൊണാൾഡിഞ്ഞോ. ശ്രമങ്ങൾ കത്തിപ്പടരുന്ന ക്യാമ്പ് നൗവിൻ്റെ മൈതാനം. അതേ കളി അവസാനിക്കാൻ ഇനി വെറും 3 മിനിറ്റ് മാത്രം. 3 മിനിറ്റ് ഇഞ്ചുറി ടൈമിലേക്ക് കളി നീളുന്നു. 91-ാം മിനിറ്റിൽ സെൻട്രൽ നിന്നും റൊണാൾഡിഞ്ഞോ
റൊണാൾഡീഞ്ഞോയെ തേടിയെത്തിയ ബോളുമായി അയാൾ രണ്ടുപേരെ മറികടന്ന് ലയണൽ മെസ്സിയിലേക്ക് നൽകുന്നു. പാസ് സ്വീകരിച്ച ലയണൽ മെസ്സി ഒരു അത്യുഗ്രഹം നീക്കത്തിലൂടെ റയലിൻ്റെ ഡിഫൻഡറെയും മറികടന്ന് ഐക്കർ കസിയസ് എന്ന അവരുടെ ഗോൾ വിലക്കാക്കുന്ന ശക്തനായ ഗോൾ കീപ്പറെയും മറികടന്ന് തൻ്റെ മൂന്നാമത്തെ ഗോളും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എഗെയിൻ ലയണൽ ആൻഡ്രസ് മെസ്സി. ക്യാമ്പ് നൗവിൻ്റെ ആരാധകരെ സാക്ഷിയാക്കി, റയലിൻ്റെ താരങ്ങളെ സാക്ഷിയാക്കി, ബാർസലോണയുടെ സഹതാരങ്ങളെ സാക്ഷിയാക്കി ആ 19 വയസ്സുകാരൻ ഒരു ഹാട്രിക്കിലൂടെ തൻ്റെ വരവറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മെസ്സിയിൽ നിന്നും മിഷിഹയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് അവിടെ തുറന്നു കഴിഞ്ഞു. അതെ, ആദ്യ ഹാട്രിക്കുമായി അർജന്റീനയുടെ പടത്തലവൻ, ലോക ഫുട്ബോളിൻ്റെ രാജാവ്, ദ നമ്പർ 1 അത്ലറ്റ് ഇൻ ദ വേൾഡ്, സാക്ഷാൽ ലയണൽ ആൻഡ്രസ് മെസ്സി എന്ന മിഷിഹ. അന്നവിടെ നടന്നത് ഒരു 19 വയസ്സുകാരൻ്റെ പാലാഭിഷേകമായിരുന്നു. ഇടങ്കാലുകളുടെ മാജിക്കൽ ഗോളിന് മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന റയലിൻ്റെ താരങ്ങളും ആരാധകരും ഒറ്റ പേര്, ലയണൽ മെസ്സി.